തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. വാർത്തകൾ തുടരുന്നു. നാടക പ്രവർത്തകനും ഗായകനുമായ രാധാകൃഷ്ണൻ കൂത്തുപറമ്പിന്റെ സ്മരണയ്ക്കായി രണ്ടാമത് നാടക പ്രതിഭാ പുരസ്കാരം മുഹമ്മദ് പേരാമ്പ്രയ്ക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ഒക്ടോബർ 27 കൂത്തുപറമ്പ് സംഗീത സഭാ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ നാടക പ്രവർത്തകൻ ഡോക്ടർ ജിനോ ജോസഫ് സമ്മാനിക്കും. രാധാകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏകലോചനം എന്ന പേരിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഏകാഭിനയ മത്സരം സംഘടിപ്പിക്കും. സംഘാടക സമിതി ചെയർമാൻ N ധനഞ്ജയൻ, ജനറൽ കൺവീനർ വിനോദ് നരോത്ത, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വിജയൻ രാജകല, P രവീന്ദ്രൻ, T ഭരതൻ, N രാമദാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാധാകൃഷ്ണ സ്മാരക നാടക പ്രതിഭാ പുരസ്കാര പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത്. കൂത്തുപറമ്പിന്റെ കലാസാംസ്കാരിക മേഖലയിൽ 50 വർഷത്തിലേറെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് കൂത്തുപറമ്പ് രാധാകൃഷ്ണൻ. നടനായും സംഘാടകനായും ഗായകനായും ഒരു തലമുറക്ക് വളരെ പരിചിതനായ അദ്ദേഹത്തിന്റെ സൗഹൃദവലയം ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പ്രസിദ്ധ അഭിനേത്രി നിലമ്പൂർ ആയിഷയ്ക്കായിരുന്നു സംഘാടക സമിതി അവാർഡ് കൊടുത്തത്. ഇപ്രാവശ്യം ഏറെ പ്രസിദ്ധനായ ഒരു നാടക പ്രവർത്തകനാണ് അവാർഡ് നൽകാൻ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. മുഹമ്മദ് പേരാമ്പ്രയാണ് ഈ വർഷം ആ ഒരു ഭാഗ്യത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും, കേരളത്തിലെ എല്ലാ പ്രദേശത്തിലെ ആളുകൾക്കും വളരെ സുപരിചിതനാണ്. നടൻ, പ്രഭാഷകൻ എന്ന നിലയിൽ വളരെ പ്രസിദ്ധനായ അദ്ദേഹം 2000-ലേറെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകം മാത്രമല്ല, സിനിമകളിലും സീരിയലിലും നിരവധി